ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാല് ഉറപ്പിച്ചത് റെസിപ്പി ആയിട്ടാണ്. ഇതൊരു മിൽക്ക് പുഡിംഗ് തന്നെയാണ്. കാരമൽ പുഡിംഗ് ഒക്കെ കഴിക്കാറില്ലേ, അതുപോലെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് പുഡിംഗ് ആണിത്. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാല് ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവണം, അല്ലെങ്കിൽ പകുതി പഞ്ചസാരയും പകുതി കണ്ടൻസ്ഡ് മിൽക്കുമായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. കുറച്ച് പാലും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ എൻഡ് കാർഡിൽ കൊടുക്കാം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതുവരെ നമ്മൾ പാലിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. വലിയ വില കൊടുത്ത് നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ ഏലക്കാപ്പൊടി. ഇപ്പം മുഴുവൻ ഏലക്കയായിട്ടാണെങ്കിൽ ഒരു 6 ഏലക്ക വരെയൊക്കെ 1 ലിറ്റർ പാലിന് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിതിലേക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ ടേസ്റ്റ് ഈ പുഡിങ്ങിന് വരാതിരിക്കാനായിട്ട് ഏലക്കയുടെ ടേസ്റ്റ് കുറച്ച് മുമ്പോട്ട് നിൽക്കണം. നമ്മൾ കേക്കിനൊക്കെ ആണെങ്കിൽ വനില എസൻസ് ചേർക്കത്തില്ലേ, ഇതിന് വനില എസൻസ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും അങ്ങോട്ട് നന്നായിരിക്കത്തില്ല. അതിലും നല്ലത് ഏലക്കയുടെ ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കുന്നതാണ്. അതിപ്പോൾ ഇത് പഴയ കാലത്തൊക്കെ ഇത് ഉണ്ടാക്കുന്ന സമയത്തും ഏലക്ക ഇട്ടിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓണാക്കി കൊടുക്കാം. ഇപ്പം മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് അല്പം പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. ഇത് നമുക്ക് തീ അങ്ങ് ഓണാക്കി കൊടുക്കാം. പഞ്ചസാര ഉരുകി വന്നോളൂ. ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ആദ്യമേ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അതിനുശേഷം തീ കുറച്ചിട്ടിട്ട് ഇത് കുറച്ച് സമയം കൂടി ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 20-25 മിനിറ്റോളം സമയമെടുക്കും. അത്രയും ഒന്ന് കുറുകി വരണം. ഇപ്പോൾ കണ്ട പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് കുറുകണ്ട, എന്നാലും ഒരു 3/4 ലിറ്ററാക്കി കുറുക്കിയെടുക്കണം. ഈ സമയത്ത് ഒന്ന് മധുരം നോക്കുക. നമ്മൾ മുട്ടയും കൂടെ ചേർത്ത് ഒഴിച്ച് കഴിയുമ്പോൾ മധുരം കറക്റ്റ് ആവണം. അപ്പോൾ അതിനൂടെ മുട്ടയ്ക്കൂടെ ഉള്ള മധുരം നമ്മൾ ഈ പാലിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഏലക്കായുടെ ടേസ്റ്റും മുമ്പോട്ടുണ്ടോ എന്ന് നോക്കുക. പാലൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ആന്ധ്രയിലൊക്കെ പശു പ്രസവിക്കുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ പാലുണ്ടല്ലോ, മഞ്ഞ കളറുള്ള പാല്, കൊളസ്ട്രോൾ, ആ പാൽ ഉപയോഗിച്ചിട്ട് അവരിതുപോലെ തയ്യാറാക്കാറുണ്ട്. ആദ്യത്തെ ആ ഒരു പാൽ യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അവരും ഈ രീതിക്ക് തന്നെയാണ് പാല് ഇങ്ങനെ ഉറപ്പിച്ചെടുക്കുന്നത്. ഇപ്പം ഈ പാല് നന്നായിട്ട് തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുറച്ച് നേരം തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേനും ആ ഏലക്കാട് ടേസ്റ്റൊക്കെ നന്നായിട്ട് ആ പാലിലേക്ക് ഇറങ്ങും. ഇനി ഈ പാല് നന്നായിട്ട് തണുത്ത് വരണം. അപ്പം ഇത്രയൊക്കെ കുറുകിയാൽ മതി. ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. അതല്ലെങ്കിൽ ആ എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്തതിലേക്ക് ഒഴിക്കുമ്പോൾ എഗ്ഗ് ഒരുമാതിരി തരി തരാന്ന് സൂപ്പിലൊക്കെ കിടക്കുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ആവരുത്. ഇത് നന്നായിട്ട് തണുക്കണം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് അടിച്ചു വെക്കാം. അങ്ങനെയാകുമ്പോൾ പാട ചൂടാതിരിക്കും. അപ്പോൾ ഞാൻ ഈ പാലൊന്ന് അടിച്ചു വെക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ തിളപ്പിച്ച് വെച്ച പാല് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ അങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ മുട്ടയൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ആ പാലൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഏലക്കയുടെ പീസൊക്കെയുള്ളത് അങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പാലും മുട്ടയും കൂടെ യോജിപ്പിക്കാം. നമ്മൾ ഫോർക്ക് വെച്ചിട്ട് മാത്രം എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ പീസ് ഉണ്ടാവും. അതുപോലെ പാല് നന്നായിട്ട് തണുത്തതിന് ശേഷമേ മുട്ട ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് പിരിഞ്ഞ പോലെ ഇരിക്കും. ആ പാലുമായിട്ട് നന്നായിട്ട് അങ്ങ് യോജിക്കത്തില്ല. അടുത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതൊരു കേക്ക് ടിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള സൈസിലുള്ള പാത്രത്തിൽ തയ്യാറാക്കാം. ഇതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഈ നെയ്യ് നന്നായിട്ട് തടവി കൊടുക്കണം. നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് എളുപ്പത്തിന്. ഈ പാലിൻ്റെ മിക്സ് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇത്ര ഈ ഒരു സൈസിലുള്ള പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഇതൊരു 20 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയായി കിട്ടും. അപ്പം നിങ്ങൾ എടുക്കുന്ന പാത്രം അനുസരിച്ച്, ഇപ്പം കുഴിഞ്ഞ പാത്രമാണെങ്കിൽ അതനുസരിച്ച് വേവാൻ കുറച്ച് സമയം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്കൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കി കഴിയുമ്പോൾ അതിൻ്റെ വേവ് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ 20 മിനിറ്റ് കൊണ്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഒന്നെങ്കിൽ ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ആവി വെള്ളമൊക്കെ വീണിട്ട് ഇതിനുള്ളിലേക്ക് വെള്ളം വീഴും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ അടപ്പേന്നുള്ള ആവി വെള്ളം വീഴാതെ നമുക്കിതെടുക്കാം. ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ സ്റ്റിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്യാം. തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തില്ല, ചെറിയ ചൂടുണ്ട്. ഇതിൻ്റെ സൈഡ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.